നമസ്കാരം. പിതൃക്കൾ തേനീച്ചകളായി ഇവിടെ കുടികൊള്ളുന്നു എന്ന ഐതിഹ്യമുള്ളതും സിദ്ധന്മാർ ശ്രീമുരുകനെ തപം ചെയ്ത് മോക്ഷരൂപത്തിലിരിക്കുന്നതാണ് ഇവിടെയുള്ള പാറകൾ എന്ന് വിശ്വസിക്കപ്പെടുന്നതുമായ ശ്രീമുരുകന്റെ ഒരു മലക്കോവിലിനെ പറ്റി മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு അഴകിയ കുമരൻ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ പുതുക്കോട്ടൈ ജില്ലയിൽ പൊന്നമരാവതിക്ക് അരികിൽ കൊന്നയൂർ ഗ്രാമത്തിലുള്ള തേനിമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീമുരുകൻ, അഴകിയ കുമരൻ, സുബ്രഹ്മണ്യർ, മുത്തുകുമരസ്വാമി എന്നീ നാമങ്ങളിൽ വള്ളിദേവയാനി സമേതനായി അനുഗ്രഹം ചൊരിയുന്നു. ഇതൊരു ചൊവ്വാദോഷ പരിഹാര സ്ഥലമായും ചോതിനക്ഷത്രക്കാരുടെ വഴിപാട് സ്ഥലമായും അറിയപ്പെടുന്നു. തേനി എന്നാൽ തമിഴിൽ തേനീച്ച. ഒരുപാട് വലിയ പാറകളുള്ള ഈ മലയിൽ അധിക അളവിൽ തേനീച്ച കൂടുകൾ ഉള്ളതിനാൽ ഈ മലയ്ക്ക് തേനിമല എന്ന നാമം വന്നു. കൊമ്പുപാറ, കുടകുപാറ, സിറഗിരിപ്പാറ, അരുണോദയപ്പാറ, ദേവചന്ദ്രപ്പാറ, ധ്യാനപ്പാറ എന്നിങ്ങനെ പല പാറകൾ ഈ മലയിലുണ്ട്. ഈ പാറകളിൽ നിന്ന് ഊറുന്ന തീർത്ഥം, പശ പോലെയുള്ള വസ്തുക്കൾ, ഈ പാറകളിൽ മാത്രം മുളയ്ക്കുന്ന അപൂർവ മൂലികകൾ പല രോഗങ്ങൾക്കും മറുമരുന്നാണെന്നാണ് പറയുന്നത്. അരുണോദയപ്പാറയിൽ മുളയ്ക്കുന്ന മൂലിക കണ്ണിന്റെ അസുഖങ്ങൾ മാറ്റുമെന്നാണ് സിദ്ധവൈദ്യന്മാരുടെ ഭാഷ്യം. കുടകുപാറ ദേവരഹസ്യങ്ങൾ തേനിമലയിലിരുന്ന് ധ്യാനിച്ചുകൊണ്ട് മനസ്സിലാക്കി കൊമ്പുപാറ കഷായം, കൊമ്പ് ഭസ്മം, കൊമ്പ് ഗുളിക, കൊമ്പ് വാകടം, കൊമ്പ് ലേഖ്യം എന്നിങ്ങനെ പാറയിലുണ്ടാവുന്ന മൂലികകളെ പറ്റിയുള്ള അരുൾ ശ്രീമുരുകനിൽ നിന്ന് ലഭിച്ച് അനേകം രോഗികളുടെ രോഗം മാറ്റിയ സിദ്ധരാണ് പെരുമാനന്ദ സിദ്ധർ. അദ്ദേഹത്തിന്റെ ജീവസമാധി കോവിൽ അടിവാരത്തിലുണ്ട്. അടയ്ക്കപ്പ സ്വാമി, കൊടിനീർ കാവടി സിദ്ധർ, മുക്തിയാനന്ദ പരൽമൂർത്തി സിദ്ധർ, കലമ്പുമാടക്കുടവേ സിദ്ധർ എന്നിങ്ങനെ പല സിദ്ധന്മാർക്ക് ഗുരുവായിരുന്ന് കൊമ്പുപാറ മരുത്വം എന്ന വൈദ്യശാഖ ഭാരതം മുഴുവനും പ്രചരിപ്പിച്ച സിദ്ധരാണ് പെരുമാനന്ദ സിദ്ധർ. പല സിദ്ധന്മാരും ഇവിടെ ശ്രീമുരുകനെ തപസ് ചെയ്ത് പാറകളായി രൂപം മാറിയിരിക്കുകയാണെന്നാണ് ഐതിഹ്യം. ഇന്നും ഈ മലയിലെ ഗുഹകളിൽ അരൂപികളായി സിദ്ധന്മാർ വാഴുന്നുണ്ടെന്നാണ് ഭക്തജന വിശ്വാസം. ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്തെന്നാൽ ഈ മലയിലുള്ള തേൻകൂടുകളാണ്. മുജ്ജന്മത്തിൽ പാപം ചെയ്തവർ ഈ ജന്മത്തിൽ തേനീച്ചകളായി പിറന്ന് ഈ മല സംരക്ഷിച്ചുകൊണ്ട് ശ്രീമുരുകനെ പൂജിച്ച് ശാപവിമോചനം നേടുകയാണെന്നാണ് ഐതിഹ്യം. തേനിമലയിൽ പലയിടത്തും ധാരാളം തേൻകൂടുകളുണ്ട്. എന്നിരുന്നാലും കൊമ്പുപാറയിൽ കെട്ടുന്ന തേൻകൂടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ തേൻകൂടുകളുടെ എണ്ണം കണക്കാക്കിയാണ് ഈ ഗ്രാമത്തിലെ കർഷകർ ഈ വർഷം വിളവ് എങ്ങനെയായിരിക്കും എന്ന് കണക്കുകൂട്ടുന്നത്. അതും ഐപ്പശി മാസത്തിൽ കാണപ്പെടുന്ന തേൻകൂടുകളുടെ എണ്ണം വെച്ചാണ് ഗണിക്കുന്നത്. 3 തേൻകൂടുകൾ കാണപ്പെട്ടാൽ ആ വർഷം നല്ല കാർഷിക വിളവുണ്ടാവും. 2 എണ്ണം കാണപ്പെട്ടാൽ സുമാറായിരിക്കും ആ വർഷത്തെ വിളവുകൾ. 1 തേൻകൂട് കണ്ടാൽ ആ വർഷം കാർഷിക വിളവ് മോശമായിരിക്കും എന്നിങ്ങനെയാണ് കണക്കുകൾ. എത്ര തന്നെ തേൻകൂടുകൾ കാണപ്പെട്ടാലും ആരും തന്നെ അത് എടുക്കാനോ ഛേദപ്പെടുത്താനോ തേൻകൂടുകൾക്കടുത്തേക്ക് പോവുകയില്ല. 1 തേൻകൂടെങ്കിലും കൊമ്പുപാറയിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇന്നുവരെ അതിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നതാണ് ഗ്രാമീണരുടെ ഭാഷ്യം. അത്ര തന്നെ പ്രശസ്തിയുള്ളതാണ് ഈ മലയിലുള്ള തീർത്ഥങ്ങളും. തേനിമല സുബ്രഹ്മണ്യ സ്വാമി കോവിലിനെ പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പണ്ടൊരു കാലത്ത് പുതുക്കോട്ട ഭരിച്ചിരുന്ന മന്നൻ തന്റെ പരിവാരങ്ങളോടൊപ്പം ഈ പ്രദേശത്ത് വേട്ടയ്ക്ക് വന്നു. പെട്ടെന്ന് മന്നന് കടുത്ത വയറുവേദന അനുഭവപ്പെട്ടതിനാൽ ഈ പ്രദേശത്ത് ഏതെങ്കിലും വൈദ്യന്മാരുണ്ടോ എന്ന് അവിടെ ആടുമേച്ചുകൊണ്ടിരുന്ന ബാലനോട് ചോദിച്ചത്രേ. വൈദ്യർ ആരും ഇവിടെയില്ല, പക്ഷെ മരുന്നുണ്ട് എന്ന് പറഞ്ഞ് തേനിമലയിലേക്ക് കൈകാണിച്ച് ബാലൻ അവിടെയുള്ള തീർത്ഥത്തിലെ ജലം കൊണ്ടുവന്ന് കൊടുത്തത്രേ. അത് കുടിച്ചതും മന്നന്റെ വയറുവേദന മാറിയെന്നാണ് പറയുന്നത്. വന്നത് ശ്രീമുരുകൻ എന്ന് മനസ്സിലാക്കി പിന്നീട് ആ രാജാവ് ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് ശ്രീമുരുകനെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിലേക്ക് കയറുവാൻ പണ്ടുകാലത്ത് നിർമ്മിച്ച പടിയുടെ അവശിഷ്ടങ്ങൾ ഇന്നും മലയിൽ ഭക്തർക്ക് കാണാം. ക്ഷേത്രത്തിനടുത്തായി ജൈനമതസ്ഥരുടെ ശില്പങ്ങളുള്ള പാറകളും മലയിലുണ്ട്. വലിയ വലിയ പാറകളുള്ള തേനിമലയിലെ വലിയൊരു പാറയിലാണ് തേനിമല സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നിലകൊള്ളുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് കയറുവാൻ 250ഓളം പടികളുണ്ട്. മനോഹരമായ പ്രവേശന കവാടം കഴിഞ്ഞ് കുറച്ച് പടികൾ കയറിയാൽ ഇടതുവശത്തായി തേനി വിനായകർ സന്നിധി. ഏറ്റവും മുകളിൽ മഹാമണ്ഡപത്തിൽ മയിൽവാഹനം, ശ്രീമുരുകന്റെ തിരുവിളയാടലുകൾ ചുമർ ശില്പങ്ങളായി ഇവിടെ ഭക്തർക്ക് ദർശിക്കാം. അർദ്ധമണ്ഡപത്തിൽ പരമശിവൻ, വിനായകർ, കാശി വിശ്വനാഥർ, വിശാലാക്ഷി, നന്ദി, നാഗർശിലകൾ എന്നിവയും കാണാം. 3 നില രാജഗോപുരത്തോടെ കിഴക്ക് ദർശനമായി കാണപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രധാന കരുവറയിൽ ശ്രീമുരുകൻ 6 മുഖത്തോടെയും 12 കരങ്ങളോടെയും വള്ളിദേവിയാനി സമേതനായി സുബ്രഹ്മണ്യ സ്വാമി, അഴകിയ കുമരൻ എന്നീ നാമങ്ങളോടെ മയിലിന്റെ പുറത്തിരിക്കുന്ന മനോഹരമായ പ്രതിഷ്ഠയാണ്. ക്ഷേത്രത്തിനരികിലുള്ള തീർത്ഥമാണ് രോഗനിവാരണിയായ തീർത്ഥം. ഈ തീർത്ഥമാണ് ഭഗവാന് അഭിഷേകത്തിനും നൈവേദ്യത്തിനും ഉപയോഗിക്കുന്നത്. മലയടിവാരത്തിൽ വേറൊരു തീർത്ഥവുമുണ്ട്. ഈ മലയടിവാരത്തിലുള്ള തീർത്ഥത്തിൽ നീരാടി ശ്രീമുരുകനെ പ്രാർത്ഥിച്ചാൽ എല്ലാ ദോഷവും നീങ്ങും. വള്ളിദേവയാനി സമേത മുരുകന് മാല ചാർത്തി തിരുമംഗല്യ പൂജ ചെയ്താൽ വേഗം വിവാഹം നടക്കും എന്നാണ് പറയുന്നത്. ഇവിടെ കാർത്തിക നക്ഷത്രത്തിൽ ശ്രീമുരുകന് നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വിശേഷം. പങ്കുനി ഉത്രത്തിന് ഗ്രാമവാസികൾ ശ്രീമുരുകന് പാൽക്കുടം എടുത്ത് ഘോഷയാത്രയായി വരുന്നു. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ശ്രീമുരുകന് അർച്ചന ചെയ്ത് പ്രാർത്ഥിച്ചാൽ ശത്രുശല്യം നീങ്ങും. ഈ ക്ഷേത്രം അങ്കാരകൻ, അതായത് ചൊവ്വയുടെ ശക്തിയുള്ള കോവിലായതിനാൽ പൗർണമിയിലും ചൊവ്വാഹോരയിലും ശ്രീമുരുകനെ ദർശിച്ച്
തേനിമല ഗിരിപ്രദക്ഷിണം വന്നാൽ എത്ര വലിയ ചൊവ്വാദോഷവും മാറുമെന്നാണ് വിശ്വാസം. ക്ഷേത്രവൃക്ഷം അരശമരം, ക്ഷേത്രതീർത്ഥം തേനിതീർത്ഥം. ആഗമവിധിപ്രകാരമുള്ള ഒരു കാല പൂജയാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. തൈപ്പൂയം, കന്തഷഷ്ടി, ശിവരാത്രി, പങ്കുനിയുത്രം, ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളും കാർത്തിക നക്ഷത്ര ദിവസങ്ങളും ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. പൂജാ സമയം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 7 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ പൊന്നമരാവതിയിൽ നിന്നും 9 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുമയ്യം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.